കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഒരു 23-കാരനായ യൗവനക്കാരൻ തന്റെ പുതിയ ബൈക്ക് എടുത്തോണ്ട് രാവിലെ വീട്ടിനകത്ത് ഇറങ്ങി. പുതിയ ബൈക്ക് മേടിച്ചതിന്റെ സന്തോഷം. ബൈക്ക് മേടിച്ച് നേരെ വീട്ടിനകത്ത് ഇറങ്ങി. എന്താ, എങ്ങോട്ടാ പോകുന്നത്? കൂട്ടുകാരുമൊത്ത് കറങ്ങാൻ പോവുക. ഒരു കുഴപ്പമില്ല, നല്ല കാര്യമാ. ഞാനും നന്നായിട്ട് കറങ്ങുന്നയാളാ. കൂട്ടുകാരുമൊത്ത് കറങ്ങാൻ പോകുക. പോയി, രാത്രിയായി, വൈകുന്നേരമായി. പോയ മകനെ കാണാനില്ല. 7 മണിയായി, മകനെ കാണാനില്ല. 23 വയസ്സുകാരൻ. 8 മണിയായി, മകനെ കാണാനില്ല. 9 മണിയായി, മകനെ കാണാനില്ല. 9:30 സമയത്തിൽ ഫോണിൽ ഒരു കോൾ വരിക. നിങ്ങളുടെ മകൻ ഈ ജംഗ്ഷനിൽ നിങ്ങളുടെ മകൻ ആക്സിഡന്റ് പറ്റി കിടക്കുക. അപ്പനമ്മ നിലവിളിച്ച് കരയാൻ തുടങ്ങി. അല്പം മിനിറ്റുകൾ കൂടെ കഴിഞ്ഞപ്പോൾ, ചില മിനിറ്റുകൾ കൂടെ കഴിഞ്ഞപ്പോൾ ഒരു ആംബുലൻസ് വീട്ടിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. പെട്ടെന്ന് അമ്മയ്ക്കും അപ്പനും സഹോദരങ്ങൾക്കും മനസ്സിലായി, എൻ്റെ ചേട്ടായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ചേട്ടായി ഒരു ഡെഡ് ബോഡിയായി വീട്ടിനകത്തോട്ട് കയറുക. അമ്മയ്ക്കും അപ്പനും മനസ്സിലായി, രാവിലെ കളിച്ച് ചിരിച്ചിറങ്ങിപ്പോയ എൻ്റെ മകൻ ഒരു ഡെഡ് ബോഡിയായിട്ട് വീട്ടിനകത്തേക്ക് വന്ന് കയറുക. എത്രയോ വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ട തലമുറയാ. എത്രയോ നാളുകൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട ആൾക്കാരാ. ഇനിയും എന്തൊക്കെയോ അത്ഭുതങ്ങൾ കാണേണ്ട വ്യക്തിയാ. പക്ഷെ എവിടെയൊക്കെയോ ഒരു പുഷ്പത്തെ പറിച്ചെറിയുന്നത് പോലെ പിശാചാകുന്നവൻ എവിടെയൊക്കെയോ ഏതൊക്കെയോ തലമുറകളെ ഇന്ന് കൊള്ളയടിക്കുന്നില്ലേ? എന്നാൽ ഇന്ന് രാത്രി ഈ സുവിശേഷമായ മഹായോഗം ഇതിനകത്ത് വെച്ചത് നിന്റെ കുടുംബത്തിനകത്ത് ഒന്നിനെ പോലും ഇതുപോലെ ദുരാത്മാക്കൾ തട്ടിക്കൊണ്ട് പോകാൻ പാടില്ല. ഇന്ന് രാത്രി ഇത് സുവിശേഷ മഹായോഗമല്ല, നിന്റെ കുടുംബത്തിനെതിരെ വ്യാപരിക്കുന്ന ദുരാത്മാവിന്റെ അടിത്തറകളെ ഇളക്കുന്ന മീറ്റിംഗ് ആണ് എന്ന ആത്മനിറവിൽ അഭിഷിക്തന്മാരായ ഞങ്ങൾ ഇന്ന് രാത്രി ഡിക്ലെയർ ചെയ്യുക. ഒരു ദുർമരണം ദേശത്തുണ്ടാകാൻ പാടില്ല. ഒരു ആഭിചാരകം ദേശത്തുണ്ടാകാൻ പാടില്ല. ഒരു പ്രശ്നം ദേശത്തുണ്ടാകാൻ പാടില്ല. നിങ്ങൾക്കറിയാമോ, കുറച്ചു നാളുകൾക്ക് മുമ്പേ 3 കുഞ്ഞുങ്ങളുള്ള ഒരു വീട്. അപ്പൻ അതിരാവിലെ വീട്ടിനകത്ത് ഇറങ്ങി ജോലിക്ക് വേണ്ടി പോകുകയാ. എന്തിനാ? 3 പെൺപിള്ളേരാണ്. അവരെ വളർത്തണം. അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ പലതും നടക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനുണ്ട്. ഒരത്ഭുതം നടക്കണം. രാവിലെ 5 മണിയാകുമ്പോഴേ വീട്ടിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്ന അപ്പനമ്മമാരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? രാവിലെ വീട്ടിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്ന, എന്തിനാ ഇറങ്ങിപ്പോകുന്നേ? അവർക്ക് കഴിക്കാനല്ല, നിങ്ങൾക്ക് കഴിക്കാനാ. എന്തിനാ അവർ ജോലി ചെയ്യുന്നേ? അവർക്ക് തുണി മേടിച്ചിട്ടോണ്ട് നടക്കാനല്ല, നിങ്ങളെ തുണി ഉടുപ്പിക്കാനാ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, സ്വന്തം അപ്പനും അമ്മയും നിനക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അവരെ മറന്ന് നീ ഒന്നും ചെയ്യരുത്. അവരെ മറന്ന് നീ ഒന്നും ചെയ്യരുത്. നീ നിന്റെ അപ്പനും അമ്മയും സ്നേഹിക്കുന്നുണ്ട്, ശരിയാ. എന്നാൽ ഇന്നലെ കാണുന്ന ഒരു ബോയ് ഫ്രണ്ടിനെ കണ്ടിട്ട് ഐ ലവ് യു എന്ന ഒറ്റ വാക്കിൽ നിന്റെ ജീവിതം നശിപ്പിക്കാനായി നീ വിട്ടുകൊടുക്കരുത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നീ ജനിച്ച നാൾ മുതൽ നിന്നെ കൊണ്ടു നടന്ന അപ്പനെ അമ്മയും വിട്ടിട്ട് പല സമയങ്ങളിലും പലയിടങ്ങളിലും വെച്ച് കാണുന്ന ഒരു പുതിയ വ്യക്തിയുമായി ഒരു ബന്ധം പുലർത്തുമ്പോൾ ആ ബന്ധങ്ങൾ പലതും പോയി നിൽക്കുന്നത് മരണക്കുരുക്കില. എന്താ സംഭവിച്ചത്? കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ പാറശാലയുടെ മണ്ണിൽ സംഭവിച്ചൊരു കാര്യം നിങ്ങൾക്ക് കേൾക്കണമോ? എന്താ സംഭവിച്ചത്? ആമേൻ. കാമുകനെ പിടിച്ചു നിർത്തി കാമുകന് കഷായം കൊടുത്ത് കൊല്ലുന്ന ഒരു പ്രവണത നമ്മുടെ കൊച്ചി കേരളത്തിനകത്ത് നടന്നു. പല ബന്ധങ്ങളും അവസാനം പോയി നിന്നത് മരണക്കുരുക്കിനകത്താ. ഞാനൊരു കാര്യം പറയാം, നിന്റെ അപ്പനും അമ്മയും നിന്നെ സ്നേഹിക്കുന്നത് പോലെ ആരും നിന്നെ സ്നേഹിക്കത്തില്ല. അതുകൊണ്ട് ഇനി ഏതൊരു ആവശ്യത്തിനും ഇറങ്ങി ചെല്ലുന്നതിന് മുൻപായിട്ട് എന്നെ വളർത്തിയ, എന്നെ വലുതാക്കിയ, എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരപ്പനും അമ്മയും നിനക്കുള്ള കാര്യം തലമുറ മറന്നു പോകരുത്. അത് ചെറിയ കാര്യമല്ല. ഒരപ്പൻ രാവിലെ ഇറങ്ങിപ്പോയി, വീട്ടിൽ നിന്ന് ഒരപ്പൻ രാവിലെ ഇറങ്ങിപ്പോകുക. അപ്പൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വൈകുന്നേരം സമയമായപ്പോൾ 3 കൊച്ചു കുഞ്ഞുങ്ങൾ വീട്ടിലിരിക്കുക. അല്പം കൂടെ കഴിഞ്ഞാൽ അപ്പൻ്റെ കയ്യിൽ ഒരു പൊതി കാണും. ആ പൊതി കൊണ്ട് എൻ്റെ അപ്പൻ വരും. ഞാൻ കഴിക്കേണ്ട ആഹാരവുമായി എൻ്റെ അപ്പൻ ഒരു പൊതിയുമായിട്ട് വീട്ടിലേക്ക് കടന്നു വരും. നിങ്ങൾക്ക് കേൾക്കണമോ? അന്ന് രാത്രി പൊതി പിടിച്ചൊരപ്പനല്ല, പൊതിഞ്ഞു കെട്ടിയ അപ്പനെ വീട്ടിനകത്ത് കൊണ്ടുകയറ്റി. നാളുകളിൽ എന്തൊക്കെയോ ചെയ്യാമെന്ന് ആഗ്രഹിച്ച ആൾക്കാർ ഇന്നലകളിൽ മാറിപ്പോയി. ഇന്നലകളിൽ മരണപ്പെട്ടു. ഇന്നലകളിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു.
സത്യത്തിൽ 70 ഏറെയായാൽ 80, മറ്റൊരിടത്ത് പറയും 120. ഇത്രയും പ്രായമൊക്കെ ജീവിച്ചിരിക്കേണ്ട പലതിനെയും പിശാച് അവിടങ്ങളായിട്ട് തകർത്തോണ്ടിരിക്കുക, ആയുസിനെ വെട്ടിക്കുറച്ചോണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, ആയുസ് വെട്ടിക്കുറിക്കാൻ പിശാച് പദ്ധതി ഇടുന്നെടുത്ത് ആയുസിനെ നീട്ടിത്തരുന്നൊരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി, ഒന്നാമത്തെ രാത്രി ഇതിനകത്ത് വ്യാപരിക്കപ്പെടാതിരിക്കുകയല്ല. ഞാൻ ഇന്ന് രാത്രി ദൂത് പറയുമ്പോൾ ആത്മനിറവിൽ പറയാം, ഈ പട്ടണത്തിനകത്ത് അടുത്ത മിനിറ്റിൽ ജീവിക്കണമോ മരിക്കണമോ, അടുത്ത മിനിറ്റിൽ എൻ്റെ ലൈഫിൽ എന്ത് നടക്കും, അടുത്ത മിനിറ്റിലും ഞാൻ നോക്കുമ്പോൾ തകർച്ചയാണെങ്കിൽ എനിക്കിനി ജീവിതം വേണ്ട, എനിക്കിനി മുൻപോട്ട് പോകണ്ട, ഞാൻ മരിക്കാനായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു നിൽക്കുന്ന ആരെയും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, എത്രയോ മരണക്കുരുക്കുകൾക്കകത്തിന്ന് ദൈവം ഞങ്ങളെ പൊട്ടിച്ചുകൊണ്ട് വന്നേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആ ഉറപ്പിൽ കൈമാറുക, നിന്റെ മരണക്കെട്ടുകളെ അഴിച്ചെടുത്തിട്ട് നീ ഭാരപ്പെട്ട വിഷയത്തിനകത്ത് മറുപടി തരാൻ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന യേശുവിന് കഴിയുമെന്ന് അകത്തുറപ്പ് പ്രാപിച്ച ദൈവമക്കൾ എല്ലാവരും ഇന്ന് രാത്രി കരമുയർത്തി നല്ലൊരു ആമേൻ പറയണം. Praise God. ചെറിയൊരു ജീവിതമേ ഉള്ളൂ, ആ ജീവിതം ആർക്കെങ്കിലും കൊടുക്കരുത്, യേശുവിന് കൊടുക്കുക. ജീവിച്ചിരിക്കേണ്ട പലരെയും പിശാച് തട്ടി മാറ്റിക്കൊണ്ടിരിക്കുക, ജീവിച്ചിരിക്കേണ്ട പലതിനെയും പിശാച് തകർത്തോണ്ടിരിക്കുക, ജീവിക്കേണ്ട പലതിനെയും പിശാചിന്റെ വലയങ്ങൾക്കകത്തിട്ട് അവൻ കുരുക്കുക. പലയിടങ്ങളിലും പിശാച് അവനെ തകർത്തോണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ, ഞാൻ ആദ്യം പറഞ്ഞൊരാള് മൈക്കിൾ ജാക്സൺ 2009 ജൂൺ മാസം 25-ാം തീയതി ലോകത്തെ ഞടുക്കുന്ന രീതിയിൽ ഒരു വാർത്ത വന്നു. വാർത്ത എന്തെന്നറിയാമോ? മൈക്കിൾ ജാക്സൺ മരിച്ചു. മൈക്കിൾ ജാക്സൺ മരിച്ചു. നിങ്ങൾക്കറിയോന്നറിയത്തില്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള വ്യക്തിയാണ് മൈക്കിൾ ജാക്സൺ. ഇന്ത്യയിൽ മാത്രമല്ല, ആഫ്രിക്കയിൽ മാത്രമല്ല, വേൾഡ് മുഴുവനും ഫാൻസ് ഉള്ള ഒരൊറ്റ ആളാണ് മൈക്കിൾ ജാക്സൺ. എന്നാൽ 2009 ജൂൺ മാസം 25-ാം തീയതി ഒരു വാർത്ത വരിക, മൈക്കിൾ ജാക്സൺ മരിച്ചു. ആ 2029 ഹിസ്റ്ററി ഞാൻ ജസ്റ്റ് ഒന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ആ 2009 ഈ മൈക്കിൾ ജാക്സനെ ചികിത്സിക്കാനും തൻ്റെ കാര്യങ്ങൾ നോക്കാനും $1.5 ലക്ഷം $1 കൊടുത്ത്, ഒരു മാസത്തെ ശമ്പളം $1.5 ലക്ഷം കൊടുത്ത് ഡോക്ടർമാരെ ഈ മൈക്കിൾ ജാക്സന് വേണ്ടി നിർത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ $1.5 $1.5 ലക്ഷം, ഇന്ത്യൻ മണി 1.25 കോടി ഒരു മാസത്തെ ശമ്പളമാണ്. തന്നെ ചികിത്സിക്കാൻ, തന്നെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന ഡോക്ടറിന് താൻ കൊടുക്കുന്ന ശമ്പളം പറഞ്ഞത് 1.25 കോടി രൂപ ഒരു മാസം. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുക, പൈസ ഇല്ലാത്ത ആളാണോ? ചികിത്സിക്കാൻ ഡോക്ടർ ഇല്ലാത്ത ആളാണോ? താൻ വിളിച്ച ലോകത്തുള്ള ഏറ്റവും വലിയ ഡോക്ടറും തൻ്റെ വീട്ടിനകത്ത് വന്നിരിക്കും, എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. പക്ഷെ ഡോക്ടർ ഉണ്ടായിരുന്നിട്ടും, പൈസ ചെലവാക്കിയിട്ടും, കോടികൾ വലിച്ചെറിഞ്ഞിട്ടും ഒരു പൈസയ്ക്കോ ഒരു ബുദ്ധിമാനോ ഒരു ഡോക്ടറിനോ തൻ്റെ ജീവനെ രക്ഷിക്കാൻ പറ്റിയില്ല. എന്നാൽ ഞാൻ പറയട്ടെ, തൻ്റെ 45-ാമത്തെ വയസ്സിൽ അവൻ ലോകമറിയുന്ന പോപ്പ് ഗായകൻ, പോപ്പിന്റെ രാജാവെന്നറിയപ്പെടുന്ന മൈക്കിൾ ജാക്സൺ തോണ്ടേ കോടികൾ മുമ്പിൽ നിരത്തി വെച്ചിരിക്കുമ്പോൾ, ഡോക്ടർമാർ മുമ്പിൽ നിരന്ന് നിൽക്കുമ്പോൾ, അവരുടെ ഒരു പരിശ്രമത്തിനും വിജയിക്കാൻ കഴിയാത്ത അളവിൽ 45-ാമത്തെ വയസ്സിൽ 2029 ജൂൺ മാസം 25-ാം തീയതി ഈ മനുഷ്യൻ ലോകത്തിൽ നിന്ന് വിട പറയുക. എന്താ, പൈസ ഇല്ലാത്തോണ്ടാണോ വിട പറഞ്ഞേ? ചികിത്സിക്കാൻ ആളില്ലാത്തോണ്ടാണോ വിട പറഞ്ഞ? അല്ല. ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി അവൻ അതേ പ്രായമുള്ള പലരും ഇതിനകത്തിരിപ്പുണ്ട്, അതേ രോഗം വന്ന പലരും ഇതിനകത്തിരിപ്പുണ്ട്. നമ്മൾ പലരും മരണം മുഖാമുഖമായി കണ്ടയാളാ. എന്നാൽ പലയിടങ്ങളിലും പല ആൾക്കാരും മരണം മുഖാമുഖമായി കണ്ടപ്പോൾ ആ കുരുക്കിനകത്ത് അവർ വീണുപോയി. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ നിന്റെ പ്രത്യേകത ഞാൻ പറയാം, അവർ കണ്ട അതേ മരണത്തിന്റെ കുരുക്ക് നമ്മളും നേരിട്ട് കണ്ടതാ. പക്ഷെ അവൻ തകർന്നെടുത്ത് ഞാൻ തകർന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി സഹോദര, സ്വർഗം പറയുക, നീ ഇങ്ങനെ യേശുവിന് വേണ്ടി നിന്ന പോരാ, നിന്നെ മുഴുവനായി
ദൈവത്തിന് കൊടുക്കാൻ ഇന്ന് രാത്രി ഒരു തലമുറയെ ദൈവം സ്വാഗതം ചെയ്യുകയാ. ഞാൻ പറയാം, നിന്റെ വാഹനം ഓടിച്ചു പോകുന്നിടത്ത് ആ വാഹനത്തിന് ബ്രേക്ക് കൂടുതലായത് കൊണ്ടല്ല നിനക്ക് ആക്സിഡന്റ് ഉണ്ടാകാത്തത്. നീ പോയ ഹോസ്പിറ്റലിൽ നല്ല സർജൻ ഉണ്ടായിരുന്നത് കൊണ്ടല്ല നീ തിരിച്ച് ജീവനോടെ വന്നത്. നിന്നെ ചികിത്സിച്ച ഡോക്ടർ നല്ല വിദ്യാഭ്യാസം ഉള്ളവനായത് കൊണ്ടല്ല നീ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്ന്. നീ ഉറങ്ങുമ്പോഴോ നിനക്ക് വേണ്ടി ഉറങ്ങാതിരിക്കുന്ന ഒരു സ്വർഗത്തിലെ പിതാവിന്റെ സ്നേഹം ഇന്ന് രാത്രി മനസ്സിലാക്കുന്ന തലമുറകൾ അടങ്ങിയിരിക്കരുത്. നിന്റെ ജീവിതം അത് ദൈവത്തിന്റെ ദാനമാണ്. ഈ കൊച്ചു ജീവിതം വെച്ച് അഹങ്കരിക്കരുത് സഹോദര. ഈ കൊച്ചു ജീവിതം വെച്ച് നെകളിക്കരുത് സഹോദരി. ഇതൊരു പൂ പറിക്കുന്നത് പോലെ പറിച്ചു കളയാം. പക്ഷെ പൂ പറിക്കുന്നത് പോലെ പറിച്ചു കളയാൻ പിശാചാകുന്നവനാകുന്നത് പോലെ ശ്രമിച്ചിട്ടോ വിട്ടുകൊടുക്കാത്ത ദൈവത്തിന് വേണ്ടി ദൈവസഭ, ഈ ദേശം ഇങ്ങനെ നിന്നാൽ പോരാ. അതിനകത്ത് നിർത്തി ഒരൊറ്റ വെളിപ്പാട് പറഞ്ഞ് ഞാനൊന്ന് തുടങ്ങുക. ദേശമേ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. 2025 കാണാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ ഇരിക്കുക. ഇങ്ങനെ പോയാൽ ഞാൻ എവിടെ എത്തുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളിങ്ങനെ ഇരിക്കുക. ഞാൻ പറയാം, നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ സ്നേഹിക്കുന്നത് പോലെയല്ല ദൈവം നിന്നെ സ്നേഹിക്കുന്നേ. പിതാവിന് എന്നോടുള്ള സ്നേഹം സാധാരണമല്ല. പിതാവിന് എന്നോടുള്ള സ്നേഹം ഭയങ്കരമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ പ്രസവിച്ച് നിങ്ങളെ വളർത്തിയ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നിങ്ങളോട് ഇഷ്ടമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്നാ ഞാൻ പറയാം, അതിനേക്കാളും ഇഷ്ടമാണ് യേശുവിന് നിന്നോട്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ജീവിക്കേണ്ടതിന് എനിക്ക് വേണ്ടി ആരും മരിച്ചിട്ടില്ല. ഈ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, പിന്നെ ഞാൻ കോളേജിൽ പോയിട്ടില്ല. കോളേജിൽ ബൈബിൾ സെമിനാറില്ല പോയ ഞാൻ. പിന്നെ ഓക്കെ, കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോൾ ചിലരൊക്കെ കൈക്ക് പിടിച്ചിട്ട് പറയും, നിനക്ക് വേണ്ടി ഞാൻ ചാകും. ഒരു ചോദ്യം ചോദിച്ചു, ആരെങ്കിലും ചത്തോ? അപ്പം അത്രയും വെച്ച് മനസ്സിലാക്കിയൂടെ ഇതൊക്കെ വെറും വാചകമാന്ന്? ആരൊക്കെ ഇരുന്ന് പുറകിൽ നിന്ന് ചിരിക്കുക. മീറ്റിംഗ് തീരുമ്പോൾ എന്നെ കണ്ടിട്ടേ പോകാവൂ. സ്തോത്രം. എത്ര പേര് പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ ചാകാം. എന്നിട്ട് ആരെങ്കിലും ചത്തോ? അവന് വേണ്ടി അമ്മയെ വേണ്ട, അപ്പനെ വേണ്ട. എന്ന് ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് വേണ്ടി സ്വന്തം പുത്രനെ യാഗമാക്കാൻ ഒരു പിതാവ് തയ്യാറായെങ്കിൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ആ പുത്രനോടുള്ള സ്നേഹത്തെക്കാളും വലുതാ എന്നോടുള്ള പിതാവിൻ്റെ സ്നേഹം. എന്നെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ അവൻ്റെ സ്വന്തം പുത്രനെ അവൻ ഉഴവുചാല് പോലെ കീറിയെങ്കിൽ എനിക്ക് ഒരു കാര്യം പിടികിട്ടി, അവൻ്റെ സ്വന്തം പുത്രനോട് അവൻ സ്നേഹം കാണിച്ചതിനേക്കാളും വലുതാണ് അവൻ എന്നോട് കാണിക്കുന്ന സ്നേഹം. അവൻ സ്വന്തം പുത്രനെ തന്ന് അവൻ നിന്നെ വിലക്ക് മേടിച്ചെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പോടെ വിളിച്ചു പറ, പിന്നെയാണോ കുറ്റിച്ചലിൽ ചലിക്കുന്ന പൈശാചിക മേഖല? ദൈവം നിന്നെ വിട്ട് കൊടുക്കുകയില്ല. ഇന്ന് രാത്രി പിശാച് ഒന്നല്ല ഒരു കൂട്ടമായി എഴുന്നേറ്റ് വന്നാലോ പുത്രനെ കൊടുത്ത് വിലക്ക് മേടിച്ച നിന്റെ ശരീരത്തിൽ പോലും തൊടാൻ അനുവദിക്കാത്തൊരു ദൈവത്തിന്റെ സംരക്ഷണം ഇന്ന് രാത്രി ഈ ദേശത്ത് ഇറങ്ങി വരികയാ. Come on. Hallelujah. നമ്മുടെ ദൈവ സ്നേഹം ആരാന്ന് മനസ്സിലാക്കുക. ജീവിച്ചിരിക്കേണ്ട പലരും ലോകത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഒരു സൈഡിൽ സ്വന്തമായിട്ട് പലരും ആത്മഹത്യ ചെയ്യുമ്പോൾ മറ്റ് സൈഡിൽ പിശാച് പലരുടെ അകത്ത് കയറിയിട്ട് പലരും കൊന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കേൾക്കണോ? 2 വയസ്സുള്ള കൊച്ചു കുഞ്ഞിനെ കിണറ്റിലോട്ട് വലിച്ചെറിഞ്ഞ് കൊന്ന അമ്മ
എവിടാ? ദുബായിലല്ല, അമേരിക്കയിലല്ല, നമ്മുടെ കൊച്ചു കേരളത്തിനകത്ത് വെറും 2 വയസ്സുള്ള കൊച്ചു കുഞ്ഞിനെ കിണറ്റിൽ വലിച്ചെറിഞ്ഞ് കൊല്ലാൻ മനസ്സ് തോന്നുന്ന ഒരമ്മ. ഇതെന്താ കാര്യം? എവിടെയൊക്കെയോ പിശാചി കയറി ചലിക്കുക, എവിടെയൊക്കെയോ പിശാചിന് ചലിക്കത്തക്ക രീതിയിൽ നമ്മൾ അവസരങ്ങൾ ഇട്ട് കൊടുക്കുക. പിശാചി പലരും കാർന്ന് തിന്നോണ്ടിരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞു, പാറശാലയുടെ മണിൽ എന്തോ സംഭവിച്ചേ? സ്വന്തം കാമുകനെ വിഷം കൊടുത്ത്, കഷായം കൊടുത്ത് കൊല്ലുക. അടുത്ത് കേൾക്കണോ? ഈ കഴിഞ്ഞ ഞായറാഴ്ച തൊട്ടടുത്ത് നടന്ന വേറൊരു സംഭവം, വെള്ളറ എന്ന പ്രദേശത്ത് നടന്ന വേറൊരു സംഭവം. സ്വന്തം അപ്പനെ വീട്ടിനകത്തിട്ട് വെട്ടോത്തിക്ക് വെട്ടിക്കൊന്നു ഒരു മകൻ. ഇത് നമ്മുടെ ഈ പരിസരത്ത് നടന്ന കാര്യമാ. എന്നാൽ ഇന്ന് രാത്രി ഈ സുവിശേഷ മഹായോഗം അഭിഷിക്തൻ പറഞ്ഞു, നമുക്ക് വേണ്ടി വെച്ചതല്ല, സഭയ്ക്ക് വേണ്ടി വെച്ചതല്ല, ഈ ദേശത്തിന് വേണ്ടി വെച്ചത്. എന്താ കാരണം? കുട്ടിച്ചലിൽ അങ്ങനൊരു പ്രവണത ഉണ്ടാകരുത്. ഈ മണ്ണിൽ അങ്ങനൊരു തലമുറ എഴുന്നേൽക്കരുത്. കൊല്ലുന്ന തലമുറ ഇതിനകത്തുണ്ടാകരുത്. ഈ കൊച്ചു ദേശത്തിനകത്ത് ഞെട്ടിപ്പോകുന്ന രീതികളിലുള്ള പ്രവണതകൾ പിശാച് ഉണ്ടാക്കരുത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾക്കും അറിയാം കത്തിയെടുത്ത് കുത്താൻ, ഞങ്ങൾക്കും അറിയാം ഒരാളുടെ പള്ളക്കിട്ട് ചവിട്ടാൻ, ഞങ്ങൾക്കും അറിയാം ഒരാളെ ഇല്ലാതാക്കാൻ. പക്ഷെ ഞങ്ങൾ ചെയ്യാത്തതിന്റെ കാരണം, ഞങ്ങളെ ചെയ്യാൻ അനുവദിക്കാത്തൊരു സ്നേഹം ഇന്ന് രാത്രിയിലും ഞങ്ങളെ അകത്ത് വ്യാപരിക്കുകയാ. ഞങ്ങളെ മാറ്റിയത് എൻ്റെ അപ്പനല്ല, എന്നെ മാറ്റിയത് ഞാൻ പഠിച്ച പുസ്തകമല്ല, എന്നെ മാറ്റിയത് സ്വർഗത്തിലെ എൻ്റെ കർത്താവാണ്. അങ്ങനെയാണെങ്കിൽ ഈ സുവിശേഷമായ മഹായോഗം ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, ദേശത്തിന്റെ ചരിത്രത്തെ ഇന്ന് രാത്രി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുകയാ. ചില തലമുറകളെ ഇന്ന് രാത്രി ദൈവം മാറ്റാൻ ആഗ്രഹിക്കുകയാ. ഈ സുവിശേഷമാണ് ദൈവം ഞങ്ങൾ മാറിയത്. ഈ സുവിശേഷമാണ് പല കുടുംബങ്ങളെ മാറ്റിയത്. ഈ സുവിശേഷമാണ് പല വ്യക്തികളെ മാനസാന്തരപ്പെടുത്തിയത്. നിങ്ങൾ നോക്കിയേ, രാഷ്ട്രീയക്കാർ പ്രസംഗിക്കാറില്ലേ? രാഷ്ട്രീയക്കാർ പ്രസംഗിക്കാറുണ്ട്, ഞങ്ങളെക്കാളും നന്നായിട്ട് പ്രസംഗിക്കും. പക്ഷെ രാഷ്ട്രീയ പ്രസംഗം കേട്ടിട്ട് ആർക്കേലും അടിക്കാൻ ആഗ്രഹിച്ച ആളെ അടിക്കണ്ട എന്ന് തോന്നിയിട്ടുണ്ടോ? കഥാപ്രസംഗം കേട്ടില്ല, ഞാൻ കേട്ടുണ്ടോ? കാരണം ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഞാൻ രക്ഷിക്കപ്പെടുന്നത് ഒരു 12 വർഷമാകും. അതിനു മുമ്പൊക്കെ ഇഷ്ടം പോലെ കഥാപ്രസംഗം കേട്ടുണ്ട്, ഇപ്പോഴും കേൾക്കുന്നവരുണ്ട്. അത് പോട്ടെ, സ്തോത്രം. എന്നെ ഒന്ന് നോക്കിയേ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഈ ഷർട്ട് ഞാൻ ഇട്ടുകൊണ്ട് വന്നേ, എന്നിട്ടും നോക്കിയില്ലെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ക്യാമറയിൽ എന്നെ കിട്ടുന്നുണ്ടോ? അതിടയ്ക്ക് നോക്കിക്കോണം കേട്ടോ. ഓക്കെ, ഹലോ, എന്താ സംഭവിച്ചേ? എന്താ കാര്യം? നടക്കുക, നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ പട്ടണങ്ങൾക്കകത്ത് ഇങ്ങനെ നടക്കുക. ഞങ്ങൾക്ക് അടിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല. ഞങ്ങളും ഒരുപാട് കഥാപ്രസംഗങ്ങൾ കേട്ടുണ്ട്, ഒരുപാട് രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേട്ടുണ്ട്. എന്നാൽ ആ പ്രസംഗം കേട്ടിട്ട് അടിക്കാൻ വന്നവനെ അടിക്കണ്ട എന്ന് തീരുമാനം എടുത്തിട്ട് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആ പ്രസംഗം കേട്ടാലൊന്നും നമ്മൾ മാറത്തില്ല. ചില പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അകത്തെ ചോര വീണ്ടും തിളയ്ക്കും. എന്നാൽ ഞാൻ പറയും, ചോര തിളപ്പിക്കുന്ന പ്രസംഗമില്ല, ചോര തണുപ്പിക്കുന്ന പ്രസംഗമാണ് ഇത്. സ്തോത്രം. ചിലരുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ മാറ്റാൻ കഴിവുള്ള ഒരു പ്രസംഗം ഉണ്ടെങ്കിൽ അത് ബൈബിൾ പ്രസംഗമാണ്. എവിടെയെങ്കിലും ആരെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ 100% പറയാം, അത് സുവിശേഷത്തിന്റെ മുമ്പിലേ മാറത്തുള്ളൂ. കാരണം സുവിശേഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഇത് വാചകമല്ല, ഇത് പുറത്തു വന്നാൽ ശക്തിയാണ്.
ഇന്ന് രാത്രി ഇത് വാചകമായിട്ടല്ല, ദേശത്ത് ഒരു ശക്തിയായി വ്യാപരിക്കൂ. ഇന്ന് രാത്രി ഏറ്റെടുക്കുന്ന ദൈവമക്കളോട്, ഏറ്റെടുക്കുന്ന കുടുംബങ്ങളോട് ഇന്ന് രാത്രി ആത്മാവ് പറയുക, നീ ഏറ്റെടുക്കുന്ന ഈ വാക്കുകൾ ഇന്ന് രാത്രി വാക്കായല്ല, നിന്നെ മാറ്റാൻ കഴിവുള്ള ഒരു ശക്തിയായി ഇന്ന് രാത്രി പുറത്തു വരികയാ. Praise God. ഒരു പുസ്തകം വായിച്ചാലും ആള് മാറത്തില്ല, പക്ഷെ ബൈബിള് വായിച്ച് ആള് മാറി ഒരുപാട് പേര് എനിക്കറിയാം. ഒരു പുസ്തകം വായിച്ചാലും ആളിനും വ്യത്യാസം ഉണ്ടാകത്തില്ല, പക്ഷെ ബൈബിള് വായിച്ചിട്ട് വ്യത്യാസം ഉണ്ടായ ആൾക്കാർ എനിക്കറിയാം. ഞാൻ ഇന്ന് രാത്രി ഒന്ന് വെല്ലുവിളിക്കുക, നിങ്ങൾക്ക് ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല, നിങ്ങളെ കൊണ്ട് മാറാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രി ഞാൻ ചലഞ്ച് ചെയ്യുക, ഇന്നു മുതൽ വേദപുസ്തകം വായിക്കും, നീ അടുത്ത 10 ദിവസത്തിനകത്ത് മാറും. എലിയാവ് പറയൂ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും പെയ്യാൻ പാടില്ല, മഴയും പെയ്യാൻ പാടില്ല. ഞാൻ വിശ്വസിക്കുന്നു ഏലിയാവിന്റെ അകത്തൊക്കെ വ്യാപരിച്ചതിനേക്കാളും വലുത് ഇന്ന് രാത്രി നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഒന്ന് പറയാമോ? യേശുവിന്റെ നാമത്തിൽ ഈ ദേശത്തിലെ തലമുറകളെ മാറ്റാൻ ഓക്കെ. പിശാച് പലരും തകർത്തുകൊണ്ടിരിക്കുക. എന്നാ ഞാൻ ചോദിക്കട്ടെ, ബൈബിളിൽ ദൈവം പറയുന്നത് മനുഷ്യന്റെ ആയുസ് 70? ഞാൻ അതങ്ങ് എടുത്ത് മാറ്റുക. എന്നാൽ ബൈബിളിൽ കുറച്ചുകൂടെ വായിക്കുന്നവർക്കറിയാം 120 എന്നൊരു സംഖ്യയുണ്ട്. ഓക്കെ, ആ വയസ്സല്ല, എന്തായാലും ദീർഘകാലം വസിക്കുക, ഏതാ ദൈവത്തിൻ്റെ പദ്ധതി. എന്നാൽ പലയിടങ്ങളിലും ദീർഘകാലം വസിക്കേണ്ട പലരും തകർന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ആരാ അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദീർഘകാലം വസിക്കുന്നേ? നിങ്ങൾക്ക് ദീർഘകാലം വസിക്കണോ? ദീർഘകാലം ജീവിക്കണോ? പറ. അതോ നാളെ രാവിലെ തട്ടിപ്പോണോ? പറ. എന്ത് വേണമെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കും. ദീർഘകാലം വസിക്കണോ? ദീർഘകാലം ജീവിക്കണോ? മക്കളെയും മക്കളുടെ മക്കളെയും ദീർഘകാലം ദൈവത്തിന് വേണ്ടി നിൽക്കണോ? ആരാ നിൽക്കുന്നതെന്ന് നമ്മൾ പറയാൻ പോവാം. അതേ സദൃശവാക്യം 4 അധ്യായം 10 വാക്യം വായിച്ച് അവിടെ എഴുതിയിരിക്കുക ആരാ ദീർഘകാലം വസിക്കുന്നതെന്ന്. ആരാ ദീർഘകാലം അവിടെ വായിക്കുന്ന എങ്ങനാ കേട്ടോ? മകനെ കേട്ട് എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് എന്താ? ആരാ ദീർഘായുസോടെ ഇരിക്കുന്നേ? മകനെ കേട്ട് എൻ്റെ വചനങ്ങളെ. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു കാര്യം മനസ്സിലായി, കേൾക്കുന്നവനല്ല. ഇതിൽ ഇന്ന് രാത്രി ഒരു 50 പേര് കാണുമോ? ഓക്കെ, ഞാൻ വിശ്വാസം 100 പേരുണ്ട്. ഇതിനകത്തിരിക്കുന്ന ഈ 100% ആൾക്കാരിൽ ഒരു പകുതി ആൾക്കാരും ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കേൾക്കുന്നവനൊരു പ്രത്യേകത. കേൾക്കുന്നവൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഞാൻ ഈ പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കാം, ഞാൻ എടുത്ത വാക്യം അപ്പോൾ അറിയാം കേട്ടതാരാ കൈക്കൊണ്ടതാരാന്ന്. ഇപ്പോഴേ ചിലർ പറയാൻ തുടങ്ങി, എന്നെ പൊക്കി. ആരാ ദീർഘായുസോടെ ഇരിക്കുന്നത്? മകനെ കേട്ടെൻ്റെ വചനങ്ങളെ. കേൾക്കുന്നവൻ്റെ പ്രത്യേകത എന്താ? വീട്ടിൻ്റെ മുമ്പിലിരിക്കുന്നയാളും ഇന്ന് രാത്രി കേട്ടോണ്ടിരിക്കുക, വീട്ടിൻ്റെ വരാന്തയിലിരിക്കുന്നയാളും ഇന്ന് രാത്രി കേട്ടോണ്ടിരിക്കുക, വീട്ടിൻ്റെ റൂമിനകത്തിരിക്കുന്നയാളും ഇപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുക. കാരണം 2 ബോക്സൊക്കെ 2 സൈഡും എടുത്ത് വെച്ച് ഇത്രയും ഒച്ചത്തിൽ വിളിച്ചപ്പോഴും ആരാ കേൾക്കാത്തെ? കേട്ടോണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ, എത്രയോ അഭിഷിക്തന്മാർ കവലകളിൽ പോയി നിന്ന് യേശുവിനെ പ്രസംഗിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താ? കടയ്ക്കകത്തിരിക്കുന്നവനും ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നവനും വാഹനങ്ങൾ ഓടിക്കുന്നവനും മദ്യപിക്കുന്നവനും റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മുഴുവൻ ആൾക്കാരും പാസ്റ്റേഴ്സ് അഭിഷിക്തന്മാർ പ്രസംഗിക്കുന്ന പ്രസംഗം കേൾക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് അവരൊക്കെ തകരുന്നു? അവരവിടെ കേട്ടതേ ഉള്ളൂ, കേട്ടത് കൈക്കൊണ്ടില്ല. കേൾക്കുന്നതിൻ്റെ പ്രത്യേകത എന്താ? കേട്ടാൽ ഈ ചെവി കൂടെ കേട്ട് മറ്റേ ചെവി പുറത്തെറിയും.
ഇതാ കേൾക്കുന്നവന്റെ പ്രത്യേകത. എന്നാൽ പ്രാപിക്കുന്നവന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? അവൻ ഈ ചെവിയിലൂടെ പ്രാപിച്ച് ഈ ചെവിയിലൂടെ കേട്ട് അത് അകത്ത് സ്വീകരിക്കും. ഇന്ന് രാത്രി ഞാൻ പറയാം, കേൾക്കുന്നവരുടെ കൂട്ടത്തിലല്ല, അകത്ത് കൈക്കൊള്ളുന്നവരുടെ കൂട്ടത്തിൽ ഇന്ന് രാത്രി സ്വർഗം നിങ്ങളെ എണ്ണട്ടെ. കൈക്കൊള്ളുന്നവന് പ്രത്യേകത, ഒരുപാട് പ്രത്യേകതയുണ്ട്. അവനെ തകർക്കാൻ പറ്റുകയല്ല. ഒരിക്കൽ ഒരു ദൂതൻ മറിയ എന്ന് പേരുള്ള പെങ്കൊച്ചിന്റെ മുമ്പിൽ ഇറങ്ങി വരിക. ഇറങ്ങി വന്നിട്ട് മറിയയുടെ ദൂതൻ പറയാ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അടുത്തൊരാൾ കുറച്ച് മിനിറ്റുകൾ ദൂതൻ മറിയയോട് സംസാരിക്കുക. ദൂതൻ പറയുന്നുണ്ട്, നിന്റെ ഉദരത്തിനകത്തൊരു അത്ഭുത പ്രജ ജനിക്കാൻ പോകയാ. ആ ഒരു ദൂത് കേട്ട മറിയ ദൈവത്തിന്റെ ഹിതം അത് അതുപോലെ എൻ്റെ മേൽ സംഭവിക്കട്ടെ അത് ഏറ്റെടുത്തു. ദൈവം പറഞ്ഞതെന്താണോ അത് ഒരൽപ്പം പോലും മാറാതെ അത് അതുപോലെ ഈ മറിയയുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ദൈവം പറയുന്നത് വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരത്തില്ല. ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരാതെ അത് അതുപോലെ വെളിപ്പെടുക. അങ്ങനെ ഇരുന്ന് മറിയ ഗർഭം ധരിച്ചു, പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു. ഈ മറിയയിൽ നിന്ന് യേശു എന്ന കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞപ്പോ ഹെരോദ രാജാവിൻ്റെ കൊട്ടാരത്തിനകത്തൊരു സംഭാഷണം നടക്കുക. എന്താ സംഭാഷണം? എങ്ങനെയോ അറിഞ്ഞു, യഹൂദന്മാരുടെ രാജാവായവൻ ജനിച്ചിട്ടുണ്ട്. ഹെരോദ രാജാവിൻ്റെ അകത്തൊരു ചിന്ത, രാജ്യം ഭരിക്കാൻ ഞാനിവിടെ ഇരിക്കുമ്പോൾ വേറൊരു രാജാവോ പറ്റുകയില്ല, ഒരിക്കലും നടക്കുകയില്ല. പെട്ടെന്ന് ഹെരോദ രാജാവിൻ്റെ ഹൃദയത്തിനകത്ത് ചിന്ത, അങ്ങനെയാണെങ്കിൽ 2 വയസ്സിന് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും കൊന്നുകളക. 2 വയസ്സിന് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും കൊന്നുകളക. കണ്ടോ, പിശാച് അവൻ്റെ പദ്ധതി അവൻ്റെ കൊട്ടാരത്തിനകത്ത് പങ്കിടുക. കൊട്ടാരത്തിനകത്ത് ഇങ്ങനൊരു ചർച്ച ആരംഭിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പെട്ടെന്ന് യോസഫിൻ്റെ അരികിൽ ഒരു ദൂതനെ അയച്ചു. യോസഫ് ഉറങ്ങുന്ന സമയം അവൻ്റെ സ്വപ്നത്തിൽ ദൈവം ഒരു ദൂതനെ അയച്ചു. ആ ദൂതൻ യോസഫിൻ്റെ മുമ്പിൽ ഇറങ്ങി വന്നിട്ട് യോസഫിനോട് പറയുക, നീ ഇനി ഈ പട്ടണത്തിൽ നിൽക്കരുത്, നിന്റെ കുഞ്ഞിനെയും കൊണ്ട് നീ മിസ്രൈമിലേക്ക് ഓടിപ്പോകുക. എന്താ കാരണം? കൊട്ടാരത്തിനകത്ത് ഈ കുഞ്ഞിനെ കൊന്നുകളയാൻ പദ്ധതി ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിങ്ങളോട് ആത്മാവ് കൈമാറുക. കൊട്ടാരത്തിനകത്ത് പിശാചിന്റെ കോട്ടേഴ്സുകൾക്കകത്ത് അവന്റെ പദ്ധതി ഊരിത്തിരിയുമ്പോൾ അതേ സമയം കൃപ പ്രാപിച്ച ചിലരോട് സംസാരിക്കാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് രാത്രി ചില വീടുകൾക്കകത്ത് ഇറങ്ങി വരികയാ. ഈ മീറ്റിംഗിന്റെ പ്രാരംഭ രാത്രിയിൽ സ്വർഗ്ഗം എന്നോട് ഇടപെടുന്നു. ചില തലമുറകളെ ഇല്ലാതാക്കാൻ പിശാചി 4 വഴിയും ഇറങ്ങി വരുമ്പോ അവന്റെ പദ്ധതികൾക്കകത്ത് ഒന്നും നീ വിട്ടുപോകാതെ അത് നിന്നോട് പറഞ്ഞു തരാൻ കഴിവുള്ള ദൈവദൂതന്മാർ ഏതൊക്കെയോ വീടുകൾക്കകത്ത് ഇന്ന് രാത്രി ഇറങ്ങി വരികയാ. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ 1ാമത്തെ രാത്രി ആത്മനിറവിൽ ഞാൻ സംസാരിച്ചു തുടങ്ങുക. നീ പൊന്നെ കരളെ എന്ന് വിളിച്ച് വളർത്തിക്കൊണ്ടുവന്ന നിന്റെ ഈ തലമുറയെ തന്നെ പിശാചില്ലാതാക്കാൻ പദ്ധതികൾ മെനയുമ്പോൾ മാതാവ് ഇന്ന് രാത്രി ആരാധിക്കുന്നത് നീ വെറുതെയല്ല. അവന്റെ പദ്ധതികളെ കണ്ടുപിടിച്ചിട്ട് അവന്റെ പദ്ധതികൾക്കകത്ത് നിന്ന് ഓടി മറയാൻ ഒരു പ്രത്യേക ദൈവകൃപ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് ചലിക്കുകയാണ്. ദൈവാത്മാവ് എന്നോട് പറയാ, ദൈവത്തിന് ഈ പട്ടണത്തിൽ ചില യോസഫുമാരെ വേണം. ആരാ യോസഫ്? പിശാചിന്റെ കൊട്ടാരത്തിനകത്ത് തന്ത്രങ്ങൾ പിശാചി മെനയുന്നു എന്നറിയുമ്പോഴേ തലമുറയെ കയ്യിലെടുത്ത് ഓടാൻ കഴിവുള്ള യോസഫുമാരെ ഈ പട്ടണത്തിനകത്ത് ദൈവം തേടുക. ദർശനമുള്ള വെളിപ്പാടുള്ള ഒരു തലമുറയെ
കയ്യിലെടുക്കാൻ കഴിവുള്ള കൃപയുള്ള ഒരു കൂട്ടം യോസഫുമാർ, ഒരപ്പന്റെ ഹൃദയമുള്ളവർ. ഇന്ന് രാത്രി യോസഫുമാരുണ്ടോ? സ്വർഗം പറയുക, ദേശത്ത് തലമുറകളെ തകർക്കാൻ പിശാച് പദ്ധതി ഇടുമ്പോ നീ അടങ്ങിയിരിക്കരുത്. തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, തലമുറകളെ കുറിച്ചുള്ള ദൈവ ശബ്ദം ആത്മാവിൽ സ്വീകരിക്കാൻ ഇന്ന് രാത്രിയിൽ കൃപ പ്രാപിച്ച ജോസഫുമാർ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദർശനമുള്ള കൃപയുള്ള ഒരു ജോസഫ് ഉണ്ടോ, നിന്റെ തലമുറയെ പിശാച് തൊടുകയല്ല. പല വീടുകൾക്കകത്തും കൃപയുള്ള ജോസഫുമാരില്ലാത്തതാ വിഷയം. എന്നാൽ ഇന്ന് രാത്രി എനിക്കൊരു കാര്യം ഉറപ്പാ, ഇതിനകത്ത് കൃപയുള്ള ചിലതിരിപ്പുണ്ട്. നിന്റെ വീട്ടിനകത്ത് കയറി നിന്റെ കുഞ്ഞുങ്ങളെ തൊടാൻ പിശാചിന് കഴിയാത്തതുപോലെ കൃപ കൊണ്ട് കുഞ്ഞുങ്ങളെ മൂടുന്ന, കൃപ കൊണ്ട് വീടിനെ നിറയ്ക്കുന്ന, കൃപ കൊണ്ട് ദേശത്തെ കവർ ചെയ്യുന്ന ഒരു കൂട്ടം യോസഫുമാർ ഇന്ന് രാത്രി എഴുന്നേറ്റ് വരികയാ. Come on, come on, come on, come on. ദുർമരണങ്ങൾ ദേശത്തിനകത്ത് നിന്ന് രാത്രി വിട്ടുമാറുക. പിശാചിന്റെ പദ്ധതികൾ നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് രാത്രി അഴിയുകയാ. നിന്റെ തലമുറയ്ക്കകത്ത് നിന്ന് ആ ദുരാത്മാവ് ഇന്ന് രാത്രി പോറ്റുകയാ. ഇനി ആ തലമുറയെ തൊടാതെ, ഇനി ആ സമ്പത്തിനെ കൊള്ളയടിക്കാതെ എന്നേക്കുമായി ഒരു അഭിഷേകം. ദൈവാത്മാവ് ചിലരെ തൊടുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി ഓടേണ്ട ചില അഭിഷിക്തന്മാർ നിന്റെ വീട്ടിനകത്തുണ്ട്. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ചില ദെബോരമാർ നിന്റെ വീട്ടിനകത്തുണ്ട്. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ചില എസ്തേറുമാർ ഇതിനകത്തിരിപ്പുണ്ട്. പ്രാർത്ഥിക്കുന്ന എസ്തേറുമാർ ഇന്ന് രാത്രി എഴുന്നേൽക്കണം. രാജ്യത്തിന് വേണ്ടി കരയുന്ന എസ്തേറുമാർ എഴുന്നേൽക്കണം. കുറ്റിച്ചലിന് വേണ്ടി ഇടിവി നിൽക്കുന്ന എസ്തേറുമാർ എഴുന്നേൽക്കണം. എസ്തേറുമാർ എഴുന്നേറ്റാൽ ഈ രാത്രി സ്വർഗം പറയുക, രാജാക്കന്മാരുടെ ഹൃദയത്തെ ചലിപ്പിക്കുന്ന ഒരു പ്രത്യേക ദൈവ സാന്നിധ്യം നേതാക്കന്മാരുടെ ഹൃദയത്തെ തിരിക്കുന്ന. പിശാചിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി അവന്റെ പൈശാചിക പദ്ധതികളെ ഇളക്കാൻ ഇന്ന് രാത്രി രാജാക്കന്മാരുടെ ഹൃദയത്തോട് ഇടപെടാൻ കഴിവുള്ള ദൈവത്തെ ആത്മ നിറവിലൊന്ന് ചലിപ്പിക്കാൻ ഇന്ന് രാത്രി ദൈവം ചിലരെ തേടുക. ദുർമരണങ്ങൾ ദേശത്തിനകത്ത് നിന്ന് മാറട്ടെ. പിശാച് തലമുറകളെ തൊടാതിരിക്കട്ടെ. Thank you, Father. കണ്ടോ, മറിയ ദൈവത്തിൽ നിന്ന് ഏറ്റെടുത്ത വചനം ഗർഭം ധരിച്ചു, അതൊരു കുഞ്ഞായി പുറത്തു വന്നു. ആ തലമുറയെ തൊടാൻ പിശാചിന് കഴിഞ്ഞില്ല. ഒരിക്കൽ യേശു കർത്താവ് ഒരു പള്ളിയിൽ പ്രസംഗിക്കുക. യേശു പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. പള്ളിക്കകത്തിരുന്ന എല്ലാവർക്കും കോപം കൊണ്ട് നിറഞ്ഞു. പള്ളിക്കകത്ത് നിന്ന് യേശുവിനെ പുറത്താക്കി. പള്ളി പണിതിരുന്ന പട്ടണത്തിൽ നിന്ന് പുറത്താക്കി. പട്ടണം പണിതിരുന്ന മലയുടെ വക്കത്തുകൊണ്ട് നിർത്തി അവനെ തല കീഴാക്കി തള്ളിയിടാൻ ഭാവിക്കുക. ഇനി ഒരു കാര്യം ഞാൻ പറയാം. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം പുത്രനായ ക്രിസ്തു ഭൂമിയിൽ 33 വയസ്സ് വരെ ജീവിച്ചിരിക്കണം. ഇതാണ് പിതാവിൻ്റെ പദ്ധതി. എന്നാൽ മലയുടെ വക്കത്തുകൊണ്ട് നിർത്തി യേശുവിനെ തല കീഴാക്കി തള്ളിയിടാൻ ഒരു കൂട്ടം ഭാവിക്കുമ്പോൾ യേശുവിന് 33.5 വയസ്സായില്ല. പ്രൈസ് ഗോഡ്. ഒന്നാ ചിത്രം ഒന്ന് കണ്ടേ. യേശു നടുവി നിൽക്കുക.
യേശുവിന് ചുറ്റും ഒരു കൂട്ടം ജനം. യേശു ഒറ്റയ്ക്ക്, യേശുവിൻ്റെ ചുറ്റും ഒരു കൂട്ടം ജനം. ഇവിടുന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് പോലെ അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ മലയുടെ താഴോട്ടാ പോകുന്നത്. എന്നാൽ ഇവിടെ കൊണ്ട് ഇങ്ങനെ യേശുവിനെ നിർത്തിയിട്ട് ഈ ജനം മുഴുവനും യേശുവിനെ തള്ളിയിടാൻ നിൽക്കുക. തള്ളിയിടാൻ മുഴുവൻ ആൾക്കാരും ഒരുങ്ങി നിൽക്കുമ്പോൾ വേദപുസ്തകത്തിനകത്തൊരു വാക്കെഴുതിയിരിക്കുക. എനിക്കത് ഭയങ്കരമായിട്ട് എൻ്റെ ശരീരത്തെ ഷോക്ക് അടിപ്പിച്ചു. അടുത്ത വാക്കിങ്ങനെ എഴുതിയിരിക്കുന്ന, അവനോ അവരുടെ നടുവിൽ കൂടി കടന്നുപോയി. അവനോ അവരുടെ നടുവിൽ കൂടി കടന്നുപോയി. ആരെ നടുവിൽ കൂടി? കൊല്ലാൻ കച്ചകെട്ടി ഇറങ്ങിയ കൈയും കാലും പൊക്കി വന്ന അത്രയും ജനസമൂഹം നോക്കി നിൽക്കുമ്പോ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ അവന്റെ നടുവിൽ കൂടി നടത്തുക. എന്നോട് സ്വർഗം പറയാ, നാട്ടുകാരി പറയുന്നതല്ല നിന്റെ ലൈഫിൽ നടക്കാൻ പോകുന്നേ. നാട്ടുകാരി പറഞ്ഞതുപോലെയല്ല നിന്റെ തലമുറയാകാൻ പോകുന്നേ. നാട്ടുകാരി പറഞ്ഞതല്ല നിന്റെ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. നിന്റെ തലമുറയെ കുറിച്ച് ദൈവം എന്താണോ പറഞ്ഞത് അത് മാത്രമേ സംഭവിക്കൂ. നിന്നെ കുറിച്ച് ദൈവം എന്താണോ പറഞ്ഞത് അത് മാത്രമേ സംഭവിക്കൂ. ആ ചിത്രം ഒന്ന് കണ്ട് തള്ളിയിടാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ കച്ചകെട്ടി നിൽക്കുക. ഒന്ന് എഴുന്നേക്കാവോ? എന്നെ ഒന്ന് തള്ളിയിടാൻ കൈ ഒന്ന് ഇങ്ങനെ ഉയർത്തിയേ. ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ നിൽക്കുക. ഇവൻ അല്പം കൂടെ ഒരു തള്ളിയാൽ ഞാൻ നേരെ താഴെ പോകും. ഇങ്ങനെ നിൽക്കുക. ഇവൻ ഇങ്ങനെ കൈ ഉയർത്തി എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ബൈബിൾ എഴുതിയിരിക്കുക, അവനോ അവരുടെ നടുവിൽ കൂടി കടന്നുപോയി. അവനോ അവരുടെ എന്തോ സംഭവിച്ചേ? ഈ കൈ ഉയർത്തി വന്ന ആൾക്കാരിൽ എന്തോ സംഭവിച്ചു. എന്താണെന്നറിയാമോ? എനിക്കൊരു കാര്യം മനസ്സിലായി. അന്നാണ് സത്യത്തിൽ ഫ്രീസർ ഉണ്ടായത്. ഒരു ഫ്രീസറിനകത്ത് ഞാൻ കയറിയിരുന്ന ഐസ് കട്ടയാകുന്നത് പോലെ കൈ ഉയർത്തി വന്നവന്റെ കൈ പോലും ചലിപ്പിക്കാൻ കഴിയാത്ത അളവിൽ സ്വർഗം അവിടെ ചലിച്ചെങ്കിൽ ഈ പട്ടണത്തോട് ആത്മാവ് ഇന്ന് രാത്രി പ്രവചിക്കുകയാ. മന്ത്രവാദികൾക്ക് ചലിക്കാൻ പറ്റാത്ത ഒരു സമയം വരുന്നുണ്ട്. അഭിചാരകന് ചലിക്കാൻ പറ്റാത്ത ഒരു സമയം വരുന്നുണ്ട്. അഭിഷിക്തന്മാർക്ക് വിരോധമായി ചലിക്കുന്ന ഒരുത്തനും ചലിക്കാൻ കഴിയാത്ത ഒരു സീസൺ വരുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സുവിശേഷത്തിന്റെ ശക്തി ദേശം കാണാൻ പോകുകയാ. ദൈവരാജ്യത്തിന്റെ ശക്തി കുറ്റിച്ചൽ കാണാൻ പോകുകയാ. സുവിശേഷത്തിന്റെ ശക്തി ഈ പട്ടണം വീക്ഷിക്കാൻ പോകുകയാ. Come on, come on, come on, come on, come on. കൊണ്ടുവച്ചാൽ ഇരിക്കുന്നതല്ല ഞങ്ങളുടെ കർത്താവ്. കാതുണ്ടെങ്കിലും കേൾക്കാത്തവനല്ല ദൈവം. നാവുണ്ടെങ്കിലും സംസാരിക്കാത്തവനല്ല ദൈവം. എവിടെയൊക്കെയോ കാതങ്ങൾ ഉണ്ടെങ്കിലും കേൾക്കാതെ പലതും മാറിയിരിക്കുമ്പോൾ, പറയാൻ നാവുണ്ടെങ്കിലും പറയാതെ പലയിടങ്ങളെയും ഊമകളായി മാറിയിരിക്കുമ്പോ എന്റെ ദൈവത്തെ പറ്റി ഞാൻ പറയാം. അവൻ സംസാരിക്കുന്നവനാണ്, അവൻ കേൾക്കുന്നവനാണ്, അവൻ നിന്നെ തൊടുന്നവനാണ്, അവൻ നിന്റെ അരികിൽ ഇറങ്ങി വരുന്നവനാണ്. അവൻ വെച്ചാൽ വെച്ചെടുത്തിരിക്കുന്നവനല്ല. നീ വിളിക്കുമ്പോ നീ ഇരിക്കുന്ന റൂമിനകത്തേക്ക് ഇറങ്ങി വരുന്നവനാണ് യേശു. Come on, come on, come on. ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്ന ഏതൊക്കെയോ വീടുകൾക്കകത്ത് ദൈവം ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു. നീ എവിടെയൊക്കെ പോയി നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചു, ഒന്നും നിന്റെ വീട്ടിനകത്തേക്ക് വന്നില്ല. അതെല്ലാം ഇരിക്കുന്നിടത്ത് ഇന്നും ഇരിക്കുക. എന്നാൽ യേശുവിന്റെ പ്രത്യേകത, അവൻ എവിടെയോ ഒരിടത്തിരിക്കുകയല്ല. ഇന്ന് രാത്രി നീ വിളിക്കുന്നിടത്ത്, നീ വിളിക്കുന്ന സെക്കൻഡിൽ നിന്റെ വിഷയത്തിന്റെ പരിഹാരവുമായി ഇറങ്ങി വരാൻ എന്റെ യേശുവിന് കഴിയും. അത് പറയുമ്പോ എന്റെ അനുഭവം എനിക്ക് പറയാതിരിക്കാൻ പറ്റുകയല്ല.
എങ്ങനാ രജിത്ത് രവീന്ദ്രൻ ഇന്ന് ബൈബിൾ പ്രസംഗിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? ഒരു കാലത്ത് 2 ട്രൂപ്പിൽ ചെറുതായിട്ടൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് നടന്ന ഒരാളാണ് ഞാനും. ഒരുപാടുണ്ട്. എൻ്റെ അപ്പനും അമ്മയൊക്കെ എങ്ങനെ യേശുവിനെ അറിഞ്ഞെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? നിങ്ങൾക്കറിയോ, നിങ്ങൾ നിൽക്കുന്നത് പോലെ എനിക്ക് നിൽക്കാൻ പറ്റുകയില്ല. നിങ്ങൾ നടക്കുന്ന പോലെ എനിക്ക് നടക്കാൻ പറ്റുകയില്ല. ഞാൻ സ്കൂളിൽ പോയാൽ എല്ലാ പിള്ളേരും കളിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ കമന്നങ്ങ് കിടക്കും. കാരണം എനിക്ക് ആഗ്രഹമുണ്ട് ചാടണമെന്ന്, പക്ഷെ ചാടാൻ പറ്റുകയില്ല. എന്താണെന്നറിയാവോ? ഞാൻ ചാടി എൻ്റെ തല കുലുങ്ങി എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരും. എത്ര ദിവസം ഞാൻ ഇട്ടുകൊണ്ട് പോയ ഷർട്ട് മുഴുവനും ബ്ലഡിൻ്റെ കളറ് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പേടിയായി, ഞാൻ പിന്നെ കളിക്കാറില്ല. ഏകദേശം 3 മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിനകത്ത് കിടന്നു. എൻ്റെ അപ്പനും അമ്മയും കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവനും എനിക്ക് വേണ്ടി ചിലവാക്കി. എൻ്റെ ശരീരത്തിൽ ഒരു രോഗസൗഖ്യവും നടന്നില്ല. ഡോക്ടർമാർ പഠിച്ച പണി 18 നോക്കി, നടന്നില്ല. എനിക്ക് രോഗം സൗഖ്യമാകുന്നില്ല. ഞാൻ എഴുന്നേറ്റ് നിന്ന് ചാടിയാൽ എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ വരും. ഒരുപാട് കാലം ഞാൻ ആ ഒരു വിഷയത്തിൽ കഷ്ടപ്പെട്ടു. കുറേ കാലം ഞാൻ സ്കൂളിൽ പോകാതിരുന്നു. അങ്ങനെ ഹോസ്പിറ്റൽ കിടക്കുമ്പോൾ അവസാനം എൻ്റെ അപ്പനും അമ്മയ്ക്ക് ചികിത്സിക്കാൻ പൈസ ഇല്ല കയ്യിൽ. എൻ്റെ അപ്പനും അമ്മയും ഹോസ്പിറ്റലിനകത്ത് നിന്ന് എന്നെ കൊണ്ടിറങ്ങി. എൻ്റെ രോഗം ഭേദമായില്ല. രോഗം സൗഖ്യമായിട്ട് കൊണ്ടിറങ്ങിയതല്ല, സൗഖ്യമാകാതെ. കൊടുക്കാൻ പൈസ വേണ്ടേ? ഹോസ്പിറ്റൽ കൊണ്ടിറങ്ങി. എൻ്റെ അപ്പനും അമ്മ നേരെ വന്നൊരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുക. എനിക്കറിയത്തില്ല, ബസ് സ്റ്റാൻഡിൽ നിൽക്കുക. എൻ്റെ അമ്മയ്ക്കും അപ്പനും ഒരു അറിവ് കിട്ടി. എന്തായാലും അവസാന ചാൻസ് ഒന്ന് നോക്കാം. വീട്ടിൽ പോകുന്നില്ല. ഒരാൾ ഇവിടെ നിന്ന് ഒരു അറിവ് കിട്ടി. പ്രാർത്ഥിക്കുന്നൊരു സഭയുണ്ട്, കൊണ്ടുപോയി. ചിലപ്പോൾ ഈ ദൈവം എന്തെങ്കിലും ചെയ്താലോ. അന്ന് രാത്രി അവസാനത്തെ ബസ് കയറി എൻ്റെ അപ്പനും അമ്മയും തിരുവനന്തപുരത്ത് നിന്ന് വാഴ്ചൽ എന്ന് പേരുള്ള സ്ഥലത്തോട്ട് പോയിറങ്ങി. കേട്ടുണ്ടോ വാഴ്ചൽ? പേരേക്കോണം വാഴ്ചൽ എന്ന് പേരുള്ള സ്ഥലത്ത് പോയിറങ്ങി. അർദ്ധരാത്രിയാണ്, എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. തപ്പിപ്പിടിച്ച് ആ ഏരിയയുടെ പ്രത്യേകത ഈ KSEB ഇലക്ട്രിക് ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അന്ന് ഞാൻ എൻ്റെ അപ്പൻ്റെ തോളിലാണ് കിടക്കുന്നത്. ഞാൻ എൻ്റെ അവസ്ഥ അപ്പോൾ ഒന്ന് ചിന്തിക്കണേ. ഞാൻ ഉണർന്നു കഴിഞ്ഞാൽ പിച്ചുമ്പയും പറയും. ഞാൻ പറയുന്നതൊക്കെ ഒരു വല്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ പറയും ഇപ്പം വല്ലതൊക്കെ വിളിച്ചിങ്ങനെ പറയും. എൻ്റെ അപ്പൻ്റെ തോളത്ത് ഞാൻ കിടന്നുറങ്ങുക. അന്ന് രാത്രി എങ്ങനെയോ തപ്പിപ്പിടിച്ചൊരു കനാലൊക്കെ കഴിഞ്ഞിട്ട് ആ ചർച്ചിൻ്റെ മുമ്പിലെത്തി. എൻ്റെ അപ്പൻ പോയി ഡോർ തട്ടി. അകത്തുറങ്ങിക്കിടന്ന അഭിഷിക്തൻ പുറത്തോട്ട് വന്ന് ഡോർ തുറന്ന് അകത്ത് കയറ്റിയിട്ട് എൻ്റെ അപ്പനോട് പറയുക, ഈ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കാൻ പോകുകയാ. 3 മാസം കൊണ്ട് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറിനും പറയാൻ പറ്റാത്തൊരു വാക്ക് പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷിക്തൻ എൻ്റെ അപ്പനോട് പറയുക, ഈ കുഞ്ഞിനെ കർത്താവ് തൊടാൻ പോവുക. ആർക്കോ ഉണ്ടായ ഒരു അത്ഭുതം ഞാൻ പറയല്ല, ഞാൻ അനുഭവിച്ചത് പറയുക. ഈ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കാൻ പോവുക. അടുത്ത് അവിടുത്തെ പാസ്റ്റർ അങ്കിൾ ആൻറ്റി, എൻ്റെ അപ്പൻ അമ്മ സഭയ്ക്കകത്തോട് കയറി എന്നെ നടുക്കോട്ട് കിടത്തി. ഇവർ 4 പേരും ചുറ്റും കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈ കുഞ്ഞിനെ ഒന്ന് സൗഖ്യമാക്കണേ. പ്രാർത്ഥിച്ചു. അന്ന് രാത്രി പ്രാർത്ഥിക്കുക. ഞാൻ നടുക്കിടന്ന് ഉറങ്ങുക. പിറ്റേ ദിവസം രാവിലെയായപ്പോൾ ഞാൻ കണ്ണ് തുറന്ന് എഴുന്നേറ്റു. നോക്കിയപ്പോൾ സന്തോഷം തോന്നി. ഇന്നലെ വരെ ഞാൻ കണ്ണ് തുറന്നാൽ ആദ്യം കാണുന്നത് അടുത്ത് നിൽക്കുന്ന സിറിഞ്ചും, അടുത്ത് നിൽക്കുന്ന ഡോക്ടേഴ്സിനെയും, അടുത്ത് നിൽക്കുന്ന സിസ്റ്റേഴ്സിനെയും, അടുത്ത് നിൽക്കുന്ന രോഗികളെയുമാണ്. എന്നാൽ ഇന്ന് എനിക്ക് ആ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു സാഹചര്യം കാണാൻ കഴിയുന്നില്ല. വേറെ ഏതോ സ്ഥലവും. സന്തോഷമായി. ഞാൻ പെട്ടെന്ന് ചാടിയിറങ്ങി. എനിക്ക് മനസ്സിലായി വീടല്ല, എന്നാലും ചാടിയിറങ്ങി. പുറത്തോട്ടിറങ്ങിയപ്പോൾ എൻ്റെ പ്രായത്തിനൊത്ത കൊച്ചു പിള്ളേർ മുറ്റത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അവരോടുക.
3 മാസം ഓടാത്തേണ്ടതിനും ചാടാത്തേണ്ടതുമായ ഒരുപാട് വിഷമകത്ത് കിടപ്പുണ്ട്. ഞാൻ കണ്ട ഉടനെ ഇവരെ കൂടെ ഇറങ്ങി ചാടി കളിക്കാൻ തുടങ്ങി. ഇത് കണ്ടോണ്ട് നിന്ന് എൻ്റെ അമ്മ എൻ്റെ അരികിലേക്ക് ഓടി വരിക. എന്തിനാ വന്നെന്നറിയാമോ? അമ്മയ്ക്കറിയാം അല്പം മിനിറ്റുകൾ കഴിഞ്ഞാൽ ഇവൻ്റെ തല കുലുങ്ങിയാൽ ഇവൻ്റെ മൂക്കിൽ നിന്ന് വീണ്ടും ബ്ലഡ് പുറത്ത് വരും. അതുകൊണ്ട് ബ്ലഡ് പുറത്ത് വരാതിരിക്കാൻ എൻ്റെ അരികിലേക്ക് എന്നെ പിടിച്ചു നിർത്താനായിട്ട് എൻ്റെ അമ്മ ഓടി വരിക. ഓടി വരുന്ന സമയത്ത് ഇന്നലെ രാത്രി പ്രാർത്ഥിച്ച ആ ദൈവ മനുഷ്യൻ പെട്ടെന്ന് എൻ്റെ അമ്മയോട് പറയുക, നീ അവന്റെ ശരീരത്തിൽ കൈവച്ചു പോകരുത്. എന്താ കാരണം? ഇന്നലെ രാത്രി നമ്മൾ പ്രാർത്ഥിച്ചതിന്റെ മറുപടി നീ നിന്റെ കണ്ണിൽ കാണാൻ പോകുകയാ. ഇന്ന് രാത്രി ഞാൻ പറയാം, അവൻ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. അന്ന് ആ സഭാ ഹാളിനകത്ത് വെച്ച് എന്റെ ശരീരം സൗഖ്യമായതാ. ഈ സെക്കൻഡ് വരെ എന്റെ ശരീരത്തിൽ ആ രോഗം തിരിച്ചു വന്നിട്ടില്ല. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത് ജീവിക്കുന്ന ഒരു യേശു ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട്. ആരോ പ്രസംഗിക്കുന്ന യേശുവിനെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വന്നവനായ ആ കർത്താവിനെയാണ് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, എന്നെ തൊട്ട അതേ ദൈവം, എന്നെ സ്പർശിച്ച അതേ കർത്താവ് ഇന്ന് രാത്രി നീ ഇരിക്കുന്ന വീട്ടിനകത്ത്, നീ ഇരിക്കുന്ന വീട്ടിനരികിൽ സ്വർഗ്ഗം ഇറങ്ങി വരും. ഇന്ന് രാത്രി ഞാൻ ഉറപ്പിക്കുക, ഈ സുവിശേഷ യോഗം നമ്മളിവിടെ ഇന്നത്തെ ഈ രാത്രി തീരാൻ പോവാ. പക്ഷെ ഇന്ന് രാത്രി നമ്മൾ ആശീർവാദം പറയുന്നതിന് മുൻപ് സ്വർഗം ചിലതിനെ പോക്കിയെടുത്തിരിക്കോ. സ്വർഗം ചിലതിനെ പോക്കിയെടുത്തിരിക്കോ. അവൻ സുവിശേഷ മഹായോഗങ്ങൾക്ക് ഞാൻ അധികം പ്രവസി പറയാറില്ല, എന്നാലും അകത്ത് വരുന്ന ഒരു പ്രവചനം ഞാൻ പറയാ. ഇന്ന് രാത്രി ഞങ്ങൾ വിത്ത് വിതറാൻ വന്ന ആൾക്കാരാ. ഞങ്ങൾ വിതറിയിട്ട് വീട്ടിൽ പോകുക, പക്ഷെ വിതറിയ വിത്ത് കുറ്റിച്ചെളി കിടന്ന് കുറ്റിച്ചെളിൽ കിടന്ന് കിളിക്കും കിളിക്കും കിളിക്കും. ചിലത് മൂള പൊട്ടി പുറത്തു വരും. അഭിഷിക്തന്മാരെ, ഈ ദേശത്ത് നമ്മൾ വെച്ച ഈ കൺവെൻഷൻ ഏതൊക്കെയോ വിത്ത് നമ്മൾ വിതറുകയാ. വിതറിയിട്ട് നമ്മൾ നാളെ വീട്ടിൽ പോകും. പക്ഷെ ഇന്ന് രാത്രി ഉറപ്പിച്ചോ, ഇന്ന് രാത്രിയും നാളെയും ഞങ്ങൾ വിതറുന്ന വിത്ത് അത് ഈ മണ്ണിൽ കിടന്ന് കിളിക്കും. ദൈവം കിളിപ്പിക്കും, ദൈവം കിളിപ്പിക്കും, ദൈവം കിളിപ്പിക്കും, ദൈവം കിളിപ്പിക്കും, ദൈവം കിളിപ്പിക്കും. ഈ ദൂത് ഞാൻ പറയുമ്പോൾ കർത്താവ് എന്നോട് പറയുക, ഒരു പേഴ്സണൽ ഇവാഞ്ചലിസത്തിന്റെ ഒരു അഭിഷേകം ചിലതിന്റെ മേൽ ഇന്ന് രാവിലെ ദൈവാത്മാ വിടുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ വിടുക. ചിലരെ സുവിശേഷം പറഞ്ഞ് ഇതിനകത്തേക്ക് തിരിക്കാൻ കഴിവുള്ള ചിലതിനെ ഒരു ശമരിയക്കാരിയെ എഴുന്നേൽപ്പിച്ചതുപോലെ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ വിടുതൽ നിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നിന്റെ ദേശത്തിന്റെ വിടുതൽ നിന്റെ കയ്യിൽ ഇരിക്കുകയാ. നിന്റെ തലമുറയുടെ വിടുതൽ ഇന്ന് രാത്രി നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുകയാ. ഇന്ന് രാത്രി അടങ്ങിയിരിക്കരുത്. ഇതൊരു യുദ്ധത്തിന്റെ രാത്രിയാണ്. ഇതൊരു യുദ്ധത്തിന്റെ രാത്രിയാണ്. ആത്മമണ്ഡലത്തിനകത്ത് എഴുന്നേറ്റ് വരുന്ന പിശാചിനെ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയാതിരിക്കുമ്പോ ഇന്ന് രാത്രി ആത്മാവിൽ അതിനെ കണ്ടിട്ട് അതിനെ വെട്ടാൻ ഒരധികാരത്തിന്റെ പടവാൾ ഇന്ന് രാത്രി ദൈവാത്മാവ് ഏൽപ്പിക്കുകയാ. പിശാചിന്റെ പദ്ധതികൾ എന്നേക്കുമായി വാക്കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ശ്രദ്ധിച്ചു കേട്ടോണേ. ആരാ ദീർഘായുസ്സോടെ ഇരിക്കുന്നേ? മകനെ, കേട്ടെൻ്റെ വചനങ്ങളെ. അപ്പൊ കൈക്കൊള്ളുന്നവന്റെ അകത്താണ് ദീർഘായുസ്. ഇതുവഴി കേട്ടിട്ട് ഇതുവഴി വചനം കളയുന്ന ആളുടെ അകത്ത് വചനം ഉണ്ടോ? ഇല്ല.
ഇതുവഴി കേട്ടിട്ട് സ്വീകരിക്കുന്നവൻ്റെ അകത്ത് എന്ത് കിടപ്പുണ്ട്? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കേൾക്കുന്നവരാണോ ഇതിനകത്തിരിക്കുന്നത്? കൈക്കൊള്ളുന്നവരാണോ? കൈക്കൊള്ളുന്നവരാണെങ്കിൽ നിങ്ങൾ എവിടെ വേണോ ഇരുന്നോ, ഇന്ന് രാത്രി നിങ്ങളുടെ അകത്ത് വചനമുണ്ട്. യിരെമ്യാ പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ യിരെമ്യാ പ്രവചന പുസ്തകത്തിനകത്തൊരു വാക്കെഴുതിയ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാ. വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാ വചനം. എന്നാൽ ഇന്ന് രാത്രി കേട്ടോ, ഒരിക്കൽ വചനം കേൾക്കുന്ന ആളിന്റെ അരികിൽ, കൈക്കൊള്ളുന്നവന്റെ അരികിലല്ല, കേൾക്കുന്നവന്റെ അരികിൽ ഒരിക്കൽ പിശാച് വന്നു. പിശാച് വന്നിട്ട് പിശാച് കേൾക്കുന്നവനെ അങ്ങ് തകർത്തു. അവൻ എന്ത് ചെയ്തു? തകർന്നു പോയി. അപ്പൊ ഇവനെ തകർത്ത, ഈ വചനം കേട്ടയാളിനെ തകർത്ത അതേ പിശാച് ഇന്ന് രാത്രി കേട്ടിട്ട് കൈക്കൊള്ളുന്ന എന്റെ അരികിൽ വരുക. വചനം കേട്ടയാളിനെ എന്ത് ചെയ്തു? തകർത്തു. ഈ കേട്ടയാളിനെ തകർത്തിട്ട് ഈ ആളിനെ തകർത്ത പിശാച് അടുത്ത വചനം കൈക്കൊണ്ട അവന്റെ അരികിലേക്ക് വരിക. കൈക്കൊള്ളുന്നവന്റെ അരികിൽ വരിക. കൈക്കൊള്ളുന്നവന്റെ അരികിൽ വന്ന് പിശാച് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പിശാച് ചിന്തിക്കുക, ഇന്നലെ ഞാൻ അവനെ തകർത്തതുപോലെ ഞാൻ ഇന്ന് ഇവനെ ഇല്ലാതാക്കും. എന്നിട്ട് ഈ വചനം കൈക്കൊള്ളുന്നവന്റെ അരികിൽ വന്ന് നിന്നിട്ട് പിശാചിന്റെ പദ്ധതി അങ്ങോട്ട് ഓപ്പൺ ആക്കിയതും ഇവന്റെ അകത്ത് എന്ത് കിടക്കുക? കൈക്കൊള്ളുന്നവന്റെ അകത്ത് ഉണ്ടോ? ഞാൻ പറഞ്ഞു, യിരെമ്യാ പ്രവചന പുസ്തകത്തിനകത്ത് വചനത്തെ എന്താ പറയുന്നത്? പാറയെ തകർക്കുന്ന ചുറ്റിക. അടുത്ത് പറയാം, കേൾക്കുന്നവന്റെ അകത്ത് ചുറ്റികയില്ല, കൈക്കൊള്ളുന്നവന്റെ അകത്ത് ചുറ്റികയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പിശാച് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ ഇവന്റെ അകത്ത് കിടന്ന ചുറ്റിക പാറയെ തകർക്കുന്നത് പോലെ പിശാചിനെതിരെ ആഞ്ഞടിക്കുക. ഇന്ന് രാത്രി അതാ വചനം കേൾക്കുന്നവന്റെയും കൈക്കൊള്ളുന്നവന്റെയും പ്രത്യേകത. കേൾക്കുന്നവന്റെ അകത്ത് വചനമില്ല, എന്നാൽ കൈക്കൊള്ളുന്നവന്റെ പ്രത്യേകത പാറയെ തകർക്കുന്ന ചുറ്റിക. പക്ഷേ ഞാൻ ഇന്ന് രാത്രി പറയാം, നിങ്ങളുടെയൊക്കെ അകത്ത് പാറയെ തകർക്കുന്ന ചുറ്റിക കിടക്കുക. മാതാവ്, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെയൊക്കെ അകത്ത് പാറയെ തകർക്കുന്ന ചുറ്റിക കിടക്കുക. ഉറപ്പുണ്ടോ? എൻ്റെ അകത്ത് പാറയെ തകർക്കുന്ന ചുറ്റിക കിടപ്പുണ്ടോ എന്ന് ഉറപ്പുണ്ടോ? നീ നിൽക്കുന്ന വീട്ടിൽ ഈ ചുറ്റിക പേടിച്ച് പിശാച് കയറത്തില്ല. ഒരൊറ്റ ഉദാഹരണം, എൻ്റെ ബ്രദറാണിത്. ഞാനും പുള്ളിയും പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നേ ഉള്ളൂ. ചെറിയൊരു അസൂയ എനിക്ക് ഇപ്പോഴും കൊണ്ട് തീർന്നിട്ടില്ല. ചില ആൾക്കാർ പിന്നെ പറയാറുണ്ട്, കാക്ക കുളിച്ച. അതുകൊണ്ട് ഞാൻ പേരല്ല വലിയൊന്നും ഇടാറില്ല. ഈ ചില ആൾക്കാരെ കാണണം, വെളുത്തായിരിക്കുന്ന എന്നിട്ട് ഗോരി പേരല്ല ഉലി. ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അപ്പുറത്തൊരു വീട് വെക്കായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഈ മനുഷ്യന്റെ അരികിൽ പിശാച് പദ്ധതികളുമായിട്ട് വന്നാൽ അന്ന് രാത്രി ഞാൻ ഉറപ്പിക്കുക, പിശാച് ഈ മനുഷ്യനെ തൊടുകയല്ല. കാരണം പാറയെ തകർക്കുന്ന ചുറ്റികയും കൊണ്ട നടപ്പ്. ഈ പട്ടണത്തിന്റെ പേരെനിക്കറിയില്ല, പക്ഷെ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിരുന്നിട്ട് എഴുന്നേറ്റ് പോകുന്നവരോട് ഞാൻ പറയുക, നീ പാറയെ തകർക്കുന്ന ചുറ്റികയും കൊണ്ടാ എഴുന്നേക്കാൻ പോകുന്നേ. പാറയെ പൊട്ടിക്കുന്ന ചുറ്റികയും കൊണ്ടാ എഴുന്നേക്കാൻ പോകുന്നേ. പാറയെ പൊട്ടിക്കുന്ന ചുറ്റിക ഇന്ന് രാത്രി നിന്റെ അകത്ത് കിടപ്പുണ്ട്. സന്തോഷമുള്ളവരൊന്ന് ചാടി ഒന്ന് എഴുന്നേറ്റു. കമോൺ, എല്ലാവരും ഒന്ന് എഴുന്നേൽക്ക്. നമ്മൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവുക. നമ്മൾ ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തി പട്ടണത്തിനകത്ത് വെളിപ്പെടാൻ. നിങ്ങളുടെ സഹോദരനാണ് ഞാൻ ഉറപ്പ് തരാം, ദൈവം നിങ്ങളെ അത്ഭുതങ്ങളാക്കി മാറ്റും.
ദൈവം നിങ്ങളെ അത്ഭുതങ്ങളാക്കി മാറ്റും. ഒന്ന് മാറിയാൽ അടുത്ത വിഷയം, അത് മാറിയാൽ വീണ്ടും വിഷയം, അത് മാറുമ്പോൾ വേറൊരു വിഷയം, മാറി 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 ഇങ്ങനെ കടലിലെ തിരമാല വരുന്നത് പോലെ പ്രശ്നങ്ങൾ കൊണ്ട് വീട്ടിനകത്ത് പൊറുതി മുട്ടി ആരൊക്കെ ഇന്ന് രാത്രി കർത്താവ് സംസാരിക്കുക. നിന്റെ ലൈഫിനെ മാറ്റാൻ ദൈവം ഇന്ന് രാത്രി റെഡിയാ. ഇന്ന് രാത്രി കേട്ട വചനത്തെ ഒന്ന് വിശ്വസിച്ച്, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, എന്നെ തൊട്ട അതേ ദൈവം എന്നെയും തൊടും. ആ വിശുദ്ധനെ തൊട്ട അതേ കർത്താവ് എന്നെയും തൊടും. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? ഇന്ന് രാത്രി എന്നെ മാറ്റി അതേ ദൈവത്തിന് നിങ്ങളെ മാറ്റാൻ പറ്റും. ഒന്ന് വിശ്വസിക്കാമോ? എൻ്റെ അവസ്ഥയെ തൊട്ട ദൈവത്തിന് അതേ നിങ്ങളുടെ അവസ്ഥ തൊടാൻ പറ്റും. എൻ്റെ രോഗത്തെ തൊട്ട അതേ കർത്താവിന് നിങ്ങളെ രോഗത്തെ സൗഖ്യമാക്കാൻ പറ്റും. ഒന്ന് വിശ്വസിക്കാമോ? ഇന്ന് രാത്രി കർത്താവ് തൊടാൻ റെഡിയായിട്ട് ഇതിനകത്ത് ഇറങ്ങി നിൽക്കുക. നമ്മളൊന്ന് വിട്ടുകൊടുത്താൽ സ്വർഗം ഇന്ന് രാത്രി എന്നെ തൊടുന്ന രാത്രിയാ. ഞാൻ ഒരു വേടൂടെ പറയാം, ഏതോ ഒരു വ്യക്തിയെ തൊടാനല്ല, കുറ്റിച്ചെന്നെ മുഴുവനായെന്ന് തൊടാൻ ദൈവം ഇന്ന് രാത്രി ആഗ്രഹിക്കുകയാ. അതിനകത്ത് നീ ഉണ്ട്, അതിനകത്ത് നിന്റെ കുടുംബമുണ്ട്. രാത്രി പ്രാർത്ഥിക്കും. ചില രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമാകും. ചില തീരാവ്യാധികൾ ഇന്ന് രാത്രി സൗഖ്യമാകും. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്റെ വിഷയത്തിനൊരു വിടുതൽ വേണം, എന്റെ വിഷയത്തിനൊരു പരിഹാരം വേണം എന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ക്ഷണിക്കുക, സ്വാഗതം ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഞങ്ങളെ വിടുവിച്ച യേശു നിന്നെയും വിടുവിച്ചിരിക്കും. ഞങ്ങളെ അത്ഭുതങ്ങളാക്കി മാറ്റിയ ദൈവം നിന്നെയും അത്ഭുതമാക്കി മാറ്റും. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അഭിഷിക്തനെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം പാസ്റ്റർ എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുക. കമോൺ. കേട്ട ദൈവശബ്ദത്തിൽ ഒന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. ദൈവദാസൻ പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവദാസൻ പറഞ്ഞൊരു പ്രൊഫസിയുണ്ട്. ഈ 2 ദിവസം ഇന്ന് നാളെയായി നമ്മളിവിടെ വിതയ്ക്കുന്ന വിത്ത്, ഹല്ലേലൂയ, അത് ഇവിടെ പൊട്ടിപ്പുറത്ത് വരും. ആമേൻ. ശബരഗദനഗടഗസി ഹദുരബരഗദനഗടഗദന. ഇതിനു മുമ്പേ പൈശാചികൻ വിതച്ച ചില വിത്തുകൾ, പൈശാചികൻ വിതച്ച ചില വിത്തുകൾ, ചില തലമുറകളുടെ മേൽ വിതച്ച ചില വിത്തുകൾ ഈ രാത്രികാലം ദൈവത്തിൻ്റെ ദൂതന്മാർ അത് പിഴുതെറിഞ്ഞ്, ഓ ശബരഗദനഗടഗസി, ദൈവത്തിൻ്റെ വചനമെന്ന വിത്തിനെ ഈ ദേശത്ത് വിതയ്ക്കുവാൻ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മകപരിശുദ്ധന നിത്യനും നീതിമാനുമായ സ്വർഗത്തിലെ നല്ല പിതാവെ, നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അപ്പം ഇത്ര നേരം വരെയും ദൈവസന്നിധിയിൽ ദൈവം ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ
അപ്പം ഈ ദേശത്തിൽ സുവിശേഷം അറിയിപ്പാൻ ദൈവം അവസരം തരുന്നല്ലോ. അപ്പോൾ ദൈവം സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ വന്ന ജനത്തെ ദൈവത്തിൻ്റെ കരങ്ങൾ തന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ശുശ്രൂഷിച്ച തൻ്റെ ദാസനെ ദൈവത്തിൻ്റെ കരങ്ങൾ തന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനിയും അധികമായി ദൈവം ഉപയോഗിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവം അടുത്ത കാലഘട്ടങ്ങളിൽ ദൈവം സ്തോത്രം. അപ്പം ദൈവദാസനെ ഒരു തീയുടെ നാവായി, അങ്ങയുടെ തീയുടെ നാവായി ദൈവം ഉപയോഗിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം തൻ്റെ ദാസൻ ഇന്നിവിടെ വിതച്ച വിത്ത് ദൈവം സ്തോത്രം അടുത്ത ദിവസങ്ങൾ പൊട്ടി പുറത്തു വരുവാൻ ദൈവം ഇടവരുത്തണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം ദൈവം വന്ന ജനത്തെ ദൈവം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പം ദൈവം അവർ ഈ ദേശത്ത് അവർ ഈ മീറ്റിങ്ങിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ദൈവം വലിയൊരു കൊള്ള പങ്കിട്ടതുപോലെ ദൈവം ഇടവരുത്തണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം ദൈവം ഈ മീറ്റിങ്ങുകൾ ദൈവം ആശീർവാദം പറയുന്നതിന് മുമ്പിട്ട് തന്നെ അപ്പം ചിലർ സ്നാനപ്പെടാൻ തീരുമാനങ്ങൾ എടുക്കട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം വന്ന ജനത്തെ ദൈവം അനുഗ്രഹിക്കണം എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം നാളെ നടക്കുന്ന മീറ്റിങ്ങിനെ ദൈവം അനുഗ്രഹിക്കണോ. അപ്പം നാളെ ശുശ്രൂഷിക്കാൻ വരുന്ന തൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കണോ. അപ്പം ശക്തമായി ദൈവം ഈ ദേശത്തിൽ ഉപയോഗിക്കണം എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം ചില വിടുതലുകൾ, ചില അത്ഭുത പ്രവർത്തികൾ, ചില വീര്യപ്രവർത്തികൾ അപ്പം നാളത്തെ മീറ്റിങ്ങിനകത്ത് വെളിപ്പെട്ട് വരണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം പ്രാർത്ഥനകളെ ദൈവം ശ്രദ്ധ വെച്ച് കേട്ടേനാ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.